മദർ. വാ മോളെ. മോളെ, ഇതാണ് മിസ്റ്റർ അൽഫോൺസ്. നമസ്കാരം സർ. നമസ്കാരം. നിന്റെ പഠനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇദ്ദേഹമാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നിന്നെക്കുറിച്ച് മദർ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിനക്ക് എത്ര വേണേലും പഠിക്കാം. ആ കാര്യം ഓർത്ത് മോക്ക് യാതൊരു ടെൻഷനും വേണ്ട. എല്ലാം ഞാൻ നോക്കിക്കോളാം. താങ്ക് യു സർ. അതിനുശേഷം എനിക്കെല്ലാം അദ്ദേഹമായിരുന്നു. മാസം തോറും എന്നെ കാണാൻ വരുമായിരുന്ന അദ്ദേഹത്തോടൊപ്പം ഞാൻ ഷോപ്പിങ്ങിന് പോകുമായിരുന്നെങ്കിലും അത് വേണം ഇത് വേണമെന്നൊക്കെ അദ്ദേഹത്തിനോട് പറയാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ടും എനിക്കതൊക്കെ പറയാൻ മടിയായിരുന്നു. എന്നെ മനസ്സിലാക്കിയ അദ്ദേഹം എനിക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങാൻ പറഞ്ഞു. പക്ഷെ ഞാൻ വാങ്ങിയില്ല. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിനോട് മടിയില്ലാതെ എനിക്ക് ആഗ്രഹമുള്ളതെല്ലാം ചോദിച്ചു വാങ്ങാൻ തുടങ്ങി. അദ്ദേഹം എനിക്ക് നല്ലൊരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല. എൻ്റെ പപ്പ, ഫിലോസഫർ, ഗൈഡ്, അങ്ങനെയെല്ലാം. കുറെ നാളുകളായി പപ്പ എന്നെ കാണാൻ വന്നിട്ട്. ഒരു നാൾ മദർ വന്നു. മദറിന്റെ എവിടെ നിൽക്കുന്നത്? ജെനി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. മദർ വാ, ഓഫീസിലിരിക്കാം. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ശരി മദർ. പപ്പയ്ക്ക് എന്ത് പറ്റി മദർ? പപ്പയ്ക്ക് ഇനി വരാൻ പറ്റുമെന്ന് തോന്നണില്ല മോളെ. എന്താ മദർ? പപ്പ ഇപ്പോ ഓസ്ട്രേലിയയിൽ ചികിത്സയില്ല. ത്രോട്ടിൽ ക്യാൻസർ. അഡ്വാൻസ് സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. മോളെ വന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഫോൺ ചെയ്യാൻ പോലും പപ്പയ്ക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാഴ്ചയില്ലാത്തവന് കാഴ്ച നൽകിയിട്ട് തിരിച്ചു വാങ്ങുന്ന ദൈവത്തിന്റെ വികൃതി പോലെ തോന്നി എനിക്ക്. മദർ വന്നുപോയി 2-3 ദിവസങ്ങൾക്ക് ശേഷം എനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു. എന്റെ പപ്പ എന്നെ വിട്ടുപോയെന്നു. उसे राष्ट्रभाषा, राजभाषा तथा संबद्ध भाषा का गौरव मिला. भारत बहुभाषा भाषी राष्ट्र है. गुजराती, पंजाबी, बंगला, मराठी, काश्मीरी, तमिल, तेलुगु, कन्नड़ा तथा हिंदी आदि भारत की अनेक प्रसिद्ध भाषाएं हैं. इन प्रधान भाषाओं में हिंदी केंद्रीय महत्व की भाषा है. उसे राष्ट्रभाषा, राजभाषा तथा संबद्ध भाषा का गौरव मिला. എക്സ്ക്യൂസ് മീ മാഡം. Yes. ജെനി, ജെനിയെ പ്രിൻസിപ്പാൾ വിളിക്കുന്നു. എക്സ്ക്യൂസ് മീ മാഡം. യെസ്, കം ഇൻ. സോറി ജെനി, നിന്നെപ്പോലെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റിനെ
ടേം ഫീസ് കെട്ടാത്തതിന്റെ പേരിൽ പുറത്താക്കുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. നിന്റെ മദർ സുപ്പീരിയർ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. എനിക്ക് വേറെ നിർവാഹമില്ലാത്തതുകൊണ്ടാ. സോറി. ഹോസ്റ്റലിൽ നിന്ന് നിനക്ക് എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ എടുത്തോളൂ. മദർ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുന്നുണ്ട്. ജെന്നി, പ്ലീസ് എന്നെ. ഞാൻ നിന്റെ മദറിനെ കണ്ടിരുന്നു. നിന്നോട് എന്തു പറയണമെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിൽ പുറത്തു നിൽപ്പുണ്ട്. നിന്നെപ്പോലെ തന്നെയാണ് ഞാനും. എന്നെ സംബന്ധിച്ച് പണം ഒരു വിഷയമല്ല. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നോടൊപ്പം നിനക്കും താമസിച്ച് പഠിക്കാലോ. ഏ കരയല്ലേ. ഞാൻ ഗ്ലാമർ അല്ലോടി. ഡീ പറയടി, പറയാൻ. നിനക്കെന്താടി ഇപ്പൊ ഇങ്ങനൊരു തോന്നൽ? അല്ല, എവിടെ പോയാലും നിന്നെ നോക്കി സൈറ്റ് അടിക്കാനും ഐ ലവ് യു പറയാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്നെ മാത്രം ആരും നോക്കുന്നില്ല. അതാ. ആരാ? എന്താ? ജെനി, ജസ്റ്റ് എ മിനിറ്റ്. ഡേ, നിന്നെ കാണാൻ ആരോ ഒരാൾ വന്നിട്ടുണ്ട്. എന്നെ കാണാൻ ആരാ വരാനുള്ളത്? നിന്നെ കാണാൻ വേണ്ടിട്ടായിരിക്കും. അല്ലടി, നിന്നെ കാണാൻ തന്നെയാ. എന്നോട് ജെനിയാണോന്ന് ചോദിച്ചു. നിന്നെ കറക്കാൻ എന്നെ ഹംസാക്കാൻ വേണ്ടിട്ടായിരിക്കും. ഏയ്, അങ്ങനെ തോന്നണില്ല. കണ്ടിട്ടൊരു സുന്ദരൻ ലുക്കുണ്ട്. ഒന്ന് പോയി കാണടി. എന്തായാലും ആ സുന്ദരൻ അവിടെ നിക്കട്ടെ. ഞാൻ ഈ യോഗ കഴിഞ്ഞല്ല. ഒന്ന് ചെല്ലടി. അയാൾ പുറത്ത് നിക്കുവാ. അയാളല്ലേ പുറത്ത് നിൽക്കുന്നേ? അതിന് നീ എന്തിനാ ഇങ്ങനെ അവിടെ ചാടുന്നേ? നിനക്ക് അഹങ്കാരോടി. അഹങ്കാരമല്ല മോളെ, ഒരു തരം വേദന. ഈ കവിതകൾ എഴുതുന്ന ജെനി, അതെ. എനിക്ക് ഇയാളോടൊന്ന് സംസാരിക്കണം. ഒരു മിനിറ്റ്. എനിക്കിപ്പോ രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്റെ ഉറക്കം കളഞ്ഞ ആളാണ് താൻ. ഞാനോ? ഇയാളും ഇയാളുടെ കവിതയും എത്ര ഭംഗിയുള്ള വാക്കുകളാണ്. വാട്ട് എ ഫിലോസഫി. സോറി, എന്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ കുറിച്ചിട്ടുന്നേ ഉള്ളൂ. മീരയാ മാഗസിനിൽ അയച്ചു കൊടുത്തത്. ഓഹോ, ഇതാദ്യമായിട്ടാ പുറത്തുനിന്ന് ഒരാൾ നന്നായിട്ടുണ്ടെന്ന് പറയുന്നത്. താങ്ക്സ്.
എനിക്ക് കോളേജിൽ പോകാൻ സമയമായി. വേണമെങ്കിൽ ഞാൻ ബൈക്കിൽ ഡ്രോപ്പ് ചെയ്യാം. നോ താങ്ക്സ്, എന്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എപ്പോഴാ ഒന്ന് കാണുന്നേ?